ഗുരുവും ദൈവവും ഒരുമിച്ച് മുന്നിൽ വന്നാൽ ആദ്യം വന്ദിക്കേണ്ടത് ഗുരുവിനെയാണ്. കാരണം ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് ഗുരുവാണല്ലോ എന്ന കബീർദാസിന്റെ വാക്കുകളുടെ പൂർണ്ണതയാണ് ബഹുമാനപ്പെട്ട സ്റ്റാൻലി ജേക്കബ് സർ. കൃത്യമായ നിരീക്ഷണ പാടവത്താലും മാർഗനിർദ്ദേശങ്ങളാലും വിദ്യാലയത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് അദ്ദേഹം. ശാസ്ത്ര പരീക്ഷണങ്ങളോടുള്ള സാറിന്റെ അടങ്ങാത്ത അഭിനിവേശം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ അസംബ്ലിക്കും വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. വിവിധ തൊഴിൽ മേഖലകളിലെ അനുഭവസമ്പത്ത്, സഹപ്രവർത്തകരോടുള്ള നിസ്വാർത്ഥ സ്നേഹം, സ്ഥിരോത്സാഹത്തോടുകൂടിയുള്ള സേവന മനോഭാവം, സമയനിഷ്ഠ, വിദ്യാർത്ഥികളോടുള്ള സൗഹൃദവും സ്നേഹവാത്സല്യങ്ങളും എന്നിവയൊക്കെ അദ്ദേഹത്തെ ഒരു വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റി. നടവയലിലെ ആദ്യകാല കുടിയേറ്റ കുടുംബങ്ങളിലൊന്നായ കോലത്തേട്ട് വീട്ടിൽ KP ചാക്കോ, മറിയക്കുട്ടി ദമ്പതികളുടെ 10 മക്കളിൽ ഏറ്റവും ഇളയ മകനായി 1970 ജനുവരി 21 സ്റ്റാൻലി സാറിന്റെ ജനനം. നടവയൽ സെന്റ് തോമസ് LP സ്കൂൾ, നടവയൽ സെന്റ് തോമസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പഠനത്തിനു ശേഷം സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC അഗ്രികൾച്ചർ കോഴ്സ് പൂർത്തിയാക്കി. പിന്നീട് പനമരം ഗവൺമെന്റ് TTIയിൽ ആദ്യ ബാച്ചിലെ TTC പഠനം പൂർത്തിയാക്കിയ ശേഷം 1990 തോൽപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപന ജീവിതത്തിന് തുടക്കം കുറിച്ചു. ഗവൺമെന്റ് LP സ്കൂൾ അരണപ്പാറ, മലപ്പുറം ജില്ലയിലെ കുറ്റൂർ നോർത്ത് കുഞ്ഞുമൊയ്തു മെമ്മോറിയൽ LP സ്കൂൾ എന്നിവിടങ്ങളിലെ അധ്യാപന ജീവിതത്തിന് ശേഷം 1992 മാനന്തവാടി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിൽ സ്വന്തം നാടായ നടവയലിൽ തന്റെ ആദ്യ വിദ്യാലയമായ സെന്റ് തോമസ് LP സ്കൂളിലേക്ക് തന്നെ ആദ്യ നിയമനം ലഭിച്ചു. പിന്നീട് ലീവ് വേക്കൻസികളിൽ വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. അക്കാലയളവിൽ അസംഷൻ AUP സ്കൂളിലും കുറച്ചുകാലം ജോലി ചെയ്തിരുന്നു. 1993 മെയ് 24 ദീപ്തിഗിരി ഇടവകയിലെ ചെങ്ങാലിക്കൽ വർക്കി ഫിലോമിന ദമ്പതികളുടെ മൂത്ത മകൾ ലീമയെ വിവാഹം ചെയ്തു. കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിൽ തന്നെയുള്ള ദ്വാരക AUP സ്കൂളിലെ അധ്യാപികയാണ് ലീമ ടീച്ചർ. സ്റ്റാൻലി ലീമ ദമ്പതികൾക്ക് 2 മക്കളാണ്. മകൾ മമത സ്റ്റാൻലിയും മകൻ നിസ്തുൽ സ്റ്റാൻലിയും. ഇരുവരും ഫാം ഡി ബിരുദധാരികളാണ്. മമത ഭർത്താവ് നോയൽ തോമസിനും മകൾ സേറയ്ക്കുമൊപ്പം ഇപ്പോൾ ഖത്തറിലാണുള്ളത്. വിവിധ സ്കൂളുകളിലെ ലീവ് വേക്കൻസി നിയമനത്തിന് ശേഷം 1995 ജൂലൈ 24 താൻ പഠിച്ചു വളർന്ന നടവയൽ സെന്റ് തോമസ് ഹൈസ്കൂളിൽ സ്ഥിരം അധ്യാപകനായി നിയമിതനായി. അന്നുമുതൽ UP വിഭാഗം ശാസ്ത്ര അധ്യാപകനായും ഗണിതശാസ്ത്ര അധ്യാപകനായുമാണ് പ്രവർത്തിച്ചത്. പിന്നീട് കൊമ്മയാട് സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിലും ദ്വാരക AUP സ്കൂളിലും 3 വർഷം വീതം അധ്യാപന ജീവിതം തുടർന്നു. ഇക്കാലയളവിൽ KSCBയിലേക്കും കൃഷി വകുപ്പിലേക്കും PSC നിയമന ഉത്തരവ് ലഭിച്ചിരുന്നുവെങ്കിലും കോർപ്പറേറ്റ് വിദ്യാലയങ്ങളിലെ തന്റെ സേവനം തുടരുവാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. 2014 ഹെഡ് മാസ്റ്ററായി പ്രൊമോഷൻ ലഭിച്ചു. 2014 ഏപ്രിൽ 21 മുതൽ 2015 ഏപ്രിൽ 5 വരെ സുൽത്താൻ ബത്തേരി അസംഷൻ AUP സ്കൂളിൽ പ്രധാന അധ്യാപകനായി 1 വർഷം സേവനമനുഷ്ഠിച്ചു. പിന്നീട് നടവയൽ സെന്റ് തോമസ് LP സ്കൂളിൽ 2015 ഏപ്രിൽ 6 മുതൽ 2020 ഒക്ടോബർ 14 വരെ തുടർച്ചയായ 5 വർഷങ്ങൾ പ്രധാന അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് 2020 ഒക്ടോബർ 15 ദ്വാരക AUP സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായി സ്ഥലം മാറ്റം ലഭിച്ചു. അവിടെ 2 വർഷം സേവനം ചെയ്ത ശേഷം 2022 ജൂൺ 1 അസംഷൻ AUP സ്കൂളിന്റെ പ്രധാന അധ്യാപകനായി വീണ്ടും ചുമതലയേറ്റു. അസംഷൻ AUP സ്കൂളിന്റെ ചരിത്രത്തിലെ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയ 3 വർഷങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കടന്നുപോയത്. പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ സ്റ്റാൻലി സാറിന്റെ നേതൃവൈഭവത്തിന്റെ കുടക്കീഴിൽ ഈ വിദ്യാലയം പാഠ്യേതര രംഗങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ മാതൃകയായി മാറി. വിജ്ഞാന സമ്പത്തുകൊണ്ടും ആത്മാർപ്പണം കൊണ്ടും അധ്യാപക സമൂഹത്തിനാകെ മാതൃകയായ അദ്ദേഹം ഞങ്ങൾക്ക് മികച്ച അധ്യാപകനും വഴികാട്ടിയും ഉപദേഷ്ടാവും സുഹൃത്തുമൊക്കെയായിരുന്നു. ഞങ്ങളോടൊപ്പം ഞങ്ങളിലൊരാളായി ഈ വിദ്യാലയത്തെ വിജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്ക് നയിച്ച പ്രിയ സ്റ്റാൻലി സാറിന് അസംഷൻ കുടുംബത്തിന്റെ ഹൃദയപൂർവ്വമുള്ള സ്നേഹാദരങ്ങൾ.